ഒരു യൂറോപ്യൻ കർഷകന് വളരെ ഭംഗിയുള്ള ഒരു കുതിരയുണ്ട്, കുറേ മൃഗങ്ങളുണ്ട്, ഒരു കുതിരയും ഒരു ആടും. ഇത് രണ്ടുമാണ് എന്ത്, പക്ഷെ കുതിരയോടാണ് ഇയാൾക്ക് ഏറ്റവും ഇഷ്ടം. ഒരു ദിവസം ഈ കുതിരയ്ക്ക് വലിയൊരു പരിക്ക് പറ്റുമ്പോഴാണ് ഈ കുതിരയ്ക്ക് ശരിക്ക് യജമാനന്റെ സ്നേഹം മനസ്സിലാവുന്നത്. ഭയങ്കരമായിട്ട് ഈ കുതിരയെ കെയർ ചെയ്യാൻ തുടങ്ങി. ഒരു ജോലിയും കൊടുക്കില്ല, കുതിര ഭയങ്കര സുഖിക്കാൻ തുടങ്ങി. വാവ്, ദിസ് ഈസ് ഗുഡ്. കുതിരയുടെ പെയിന് മാറിയിട്ടും യജമാനോട് അത് മാറാത്ത പോലെ അഭിനയിച്ചു തുടങ്ങി. ആ യജമാനന് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ വെറുത്തു തുടങ്ങി. എത്ര ഇഷ്ടപ്പെട്ട യജമാനാണെങ്കിലും ആ കുതിര പരിക്ക് മാറാതെ വെറും ബാധ്യതയായി മാറി തുടങ്ങി. വെറ്റിനറി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഈ കുതിരയെ നമുക്ക് ഒഴിവാക്കാൻ തീരുമാനിക്കുകയാണ്. പക്ഷെ ഈ ഐഡിയ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ഒരു ആട്, ഈ കുതിരയുടെ ഫ്രണ്ടായ ആട് ഇത് കേൾക്കും. വേഗം കുതിരക്ക് വിവരം, മോനെ നീ ഇപ്പോഴും വീക്കാണെന്ന് പറഞ്ഞിട്ട് നിന്നെ ഡിസ്പോസ് ചെയ്യാൻ നമ്മുടെ ഓണർ തീരുമാനിച്ചിട്ട് നീ ആക്റ്റീവ് ആയിക്കോന്ന് പറയും. അങ്ങനെ വെറ്റിനറി ഡോക്ടർ വരുന്ന സമയത്ത് നല്ല സ്പീഡിൽ വട്ടം കറങ്ങി ഓടും. ഈ കുതിര ഇത്രയും സ്പീഡിൽ ഓടുന്ന കണ്ടിട്ട് യജമാനു പോലും വിശ്വസിക്കാൻ സാധിക്കാതെ, അയ്യോ എന്റെ കുതിരയ്ക്ക് ജീവിതം തിരിച്ചു കിട്ടിയല്ലോ. ഡോക്ടർ ഇവിടെ കാലുകുത്തിയ സമയം എന്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള കുതിര രക്ഷപ്പെട്ടു. ആ ആടിനെ വെട്ടി കറി വെച്ചുകൊണ്ട് നമുക്കിന്ന് നമ്മുടെ ഈ സന്തോഷം സെലിബ്രേറ്റ് ചെയ്യാമെന്ന് യജമാനൻ പറയുകയും ആട് എന്തായി, മട്ടൺ ഫ്രൈ ആയി മാറി എന്നുള്ളതാണ്. ചില സമയത്ത് നമ്മൾ ഓവർ ജെനുവിൻ ആയാൽ നമ്മുടെ തല